ഞാൻ രാഹുൽ വാണിയമ്പാറ. മുടിക്കോട് അടിപ്പാതയുടെ നിർമ്മാണ പണികൾ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത് പൊളിച്ചുകൊണ്ട് കോൺക്രീറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കമ്പി പണിയാണ് തുടങ്ങിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഒരുപാട് അടിപ്പാതകൾ ദേശീയപാത NH 544 ഒരുപാട് അടിപ്പാതകൾ പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യ പണികൾ തുടങ്ങിയത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യ പണികൾ തുടങ്ങിയത് മുടിക്കോടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ് മുടിക്കോട്. ഇവിടെ തന്നെയാണ് ആദ്യ പണികൾ തുടങ്ങിയിരിക്കുന്നത്. NH 544 അടിപ്പാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണികൾ ഇവിടെ നടക്കുന്നത് മൂലം തൊട്ടപ്പുറത്ത് സർവീസ് റോഡിലൂടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 100 മീറ്റർ മാത്രമാണ് ഗതാഗത നിയന്ത്രണം. അപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു പോവുക. കാരണം ഇവിടെ പ്രദേശമായിട്ടുള്ള ആളുകൾ പോകുന്നത് ഈ റോഡിലൂടെ തന്നെയാണ്, ഓപ്പോസിറ്റ്. അപ്പോൾ പോലീസ് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വയ്ക്കുകയോ അതല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പാരലൽ സംവിധാനം, കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, അതൊക്കെ എന്തെങ്കിലും ചെയ്ത് ചെറിയ വാഹനങ്ങൾ കടത്തി പോകാനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇതിലുള്ള വാഹനങ്ങൾ ഒഴിവാക്കുക. കാരണം മറ്റുള്ള സ്ഥലത്തൊക്കെ വൺ വേ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പട്ടിക്കാടൊക്കെ പാലം പണിയുന്ന സമയത്ത്. അതല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കൊക്കെ പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ദേശീയപാതയിൽ തൃശ്ശൂർ ജില്ലയിൽ ആദ്യം തുടങ്ങിയ പണികൾ എന്ന് പറയുന്നത് മുടിക്കോട് അടിപ്പാതയുടെയാണ്. അതുപോലെ തന്നെ കല്ലെടുക്കും വാണിയമ്പാറയൊക്കെ തുടങ്ങാനുണ്ട്. അടിപ്പാതകളുടെ പണി അതൊന്നും പണികൾ തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തോട്ടപ്പടി പാലം കഴിഞ്ഞ് വന്ന് ഇടത് വശത്തേക്ക് കടത്തി വിട്ടുകൊണ്ട് സർവീസ് റോഡിലൂടെ 100 മീറ്റർ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് പോവാം. കഴിഞ്ഞ ദിവസം ഇവിടെ അപകടം തന്നെ ഉണ്ടായിരുന്നു. ബ്രേക്ക് ഡൗൺ ആയ ഒരു ബസ് റോട്ടിൽ നിർത്തിയത് മുഖേന അതിൻ്റെ പുറകിലൊരു പിക്കപ്പ് ഇടിക്കുകയും ഡ്രൈവർ മരിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള മുടിക്കോട് എത്തുമ്പോൾ ഗതാഗത നിയന്ത്രണം ഉണ്ട്, ജാഗ്രത പാലിക്കുക, മെല്ലെ പോകുക എന്നൊക്കെ. ഇപ്പോൾ കമ്പി പണികൾ തുടങ്ങിയിട്ടുണ്ട്. അടിപ്പാതല ക്രോസ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഒരു പണികൾ പൂർത്തീകരിക്കണം. ആദ്യം ഇത് ചെയ്യും, അതിൻ്റെ 2 വശത്തേക്ക് ഇനി മണ്ണിട്ട് നികത്തി പോകും എന്നുള്ള പണികളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പുതിയ അപ്ഡേഷനുകളായി നിങ്ങൾക്ക് മുന്നിലെത്തും. ഏകദേശം 700 മീറ്ററോളം വരുന്ന ഈ ഒരു പാലം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സംഭവം നമ്മുടെ പുറകിൽ പോകുന്നുണ്ട് കേട്ടോ, മിൽമയുടെ വാഹനം. അതായത് ഒന്നില്ലെങ്കിൽ ഇത് വൺ വേ ആക്കി അപ്പുറത്ത് തോട്ടപ്പടി പാലം വഴി വരാനുള്ളൊരു സംവിധാനം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെക്കണം. അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വലിയൊരു അപകട വാർത്ത നമുക്ക് കേൾക്കേണ്ടി വരും. കാരണം അവിടെ നിന്ന് വരുന്ന വാഹനം സർവീസ് റോഡിലൂടെ ആണെങ്കിലും വേഗത കുറച്ചൊന്നുമല്ല വരുന്നത്. നമുക്ക് വണ്ടിയുടെ വേഗത നമ്മുടെ വീഡിയോയിൽ കണ്ടാലറിയാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു കൃത്യത വരുത്തുക തന്നെ വേണം. കുറച്ച് ദൂരം ഇവിടെ പ്രദേശവാസികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാൽ കൂടി ഒരു അപകടം ഇല്ലാത്ത രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒരു ഗതാഗത നിയന്ത്രണമൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇതുകൂടി നോട്ട് ചെയ്യണം. ഇവിടെ നിന്നൊരു വെറും 50 മീറ്റർ മാത്രമാണ് വണ്ടികൾ പോകാൻ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ആ 50 മീറ്റർ എന്തെങ്കിലും പോം വഴി കണ്ടുകൊണ്ട് അപ്പുറത്തുകൂടെ കടത്തി വിടണം. അല്ലെങ്കിൽ റോഡ് വൺ വേ ആക്കി അപ്പുറത്തുകൂടെ പോയി ഒരു 2 കിലോമീറ്റർ ചുറ്റി വരാനുള്ളൊരു സംവിധാനം തന്നെ കാണുക വേണം. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേഷനുകളുമായി എത്താം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാക്സിമം ഈ വാർത്ത എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇവിടെ നടക്കുന്ന ഗതാഗത നിയന്ത്രണത്തിനെ കുറിച്ച് എല്ലാവരെയും അറിയിക്കുക.